ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു Q&A ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസിൽ നിങ്ങൾക്കുള്ള ചെറിയ ഡൗട്ട്സുകൾ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. അപ്പോൾ ഏറ്റവും കഴിഞ്ഞിട്ടുള്ള ഡൗട്ട് എന്ന് പറഞ്ഞെങ്കിൽ ഏജൻസികളെ കുറിച്ചിട്ടാണ്. ജെനുവിൻ ആയിട്ടുള്ള ഏജൻസികളെ നിങ്ങൾക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അവിടെ വേക്കൻസീസ് കാണുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം. കോമൺലി ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികളിൽ നിന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാറില്ല. ഏതെങ്കിലും ഏജൻസി ത്രൂ ആണ് കോമൺലി എല്ലാ ഗൾഫിലുള്ള അബ്രോഡുള്ള കമ്പനികളുടെ കാര്യമാണ് പറയുന്നത്. അബ്രോഡുള്ള കമ്പനികൾ അങ്ങനെ ഓരോ ഏജൻസി ത്രൂ ആണ് ആൾക്കാരെ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം തന്നെ, ജെനുവിൻ ആയിട്ടുള്ള ഏജൻസീസിനെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുള്ള ഏജൻസികൾ നിങ്ങൾ നോക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഓൾമോസ്റ്റ് ജെനുവിൻ ആയിട്ടുള്ള കമ്പനികളുടെ കോളുകൾ തന്നെയായിരിക്കും. പിന്നെ ഫേക്ക് ആയിട്ടുള്ള കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പലതരത്തിലുള്ള ഫേസ്ബുക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് വരുന്ന കുറേ എന്താ പറയുക പോസ്റ്ററുകൾ നിങ്ങൾ ഗ്രൂപ്പുകളിൽ കാണുന്ന പലതരത്തിലുള്ള ഏജൻസികളുടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഏജൻസീസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏജൻസികളൊക്കെ ഓൾമോസ്റ്റ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള രജിസ്റ്റർ നമ്പറുള്ള ഏജൻസീസാണ്. അവരൊക്കെ ഒറിജിനലായിരിക്കും. കുറേ ഫേക്ക് ആയിട്ടുള്ള ഓരോ വ്യക്തികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എല്ലാം ഫേക്കാണെന്ന് ഞാൻ പറയില്ല. റയറായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫേക്ക് കേസുകളും വരാറുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ പോയി ചടാതിരിക്കുക. ഒരിക്കലും നിങ്ങൾ പൈസ കൊടുക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഒരിക്കലും പോകാതിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ പ്രോസസ്സിങ് കോമൺലി മെഡിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം, പാസ്പോർട്ട് വാങ്ങിയതിന് ശേഷം, മെഡിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പൊതുവെ പൈസ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഒരു പൈസ എല്ലാ ഏജൻസീസും ചോദിക്കാറുണ്ട്. ബട്ട് കൊടുക്കുന്ന പൈസ നമ്മൾ ഫസ്റ്റ് തന്നെ കൊണ്ടായിട്ട് ഓഫർ ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പൈസ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ നന്നായിട്ട് ആ ഏജൻസിനെ കുറിച്ചിട്ടും ആ കമ്പനീനെ കുറിച്ചിട്ടും നിങ്ങളൊന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പ്രൊസീഡ് ചെയ്യാം. പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള കുറേ പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതാണ് നല്ലത്? കുറേ കേരളത്തിലായിക്കോട്ടെ ബോംബെയിലായിക്കോട്ടെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവൈലബിൾ ആണ്. പൊതുവെ കേരളത്തിൽ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പർട്ടിക്കുലറായിട്ട് നമ്മൾക്ക് എന്താണ് വേണ്ടത്, QC ഓയിൽ ആൻഡ് ഗ്യാസ്, അത് കേട്ട് നിങ്ങൾ ഒരിക്കലും 6 മാസത്തെ കോഴ്സിന് ചേരാതിരിക്കുക. നിങ്ങൾ അവിടെ എന്താണ് പഠിപ്പിക്കണേ എന്നുള്ളത് നിങ്ങൾ ആദ്യം അന്വേഷിക്കുക. എന്താണ് അതിൻ്റെ ഉള്ളിൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പം മെയിൻലി QCയുടെ സൈഡിൽ ഈ പറയുന്ന 6 മാസത്തെ കോഴ്സുകളിൽ മെയിനായിട്ട് വരുന്നത് NCT ലെവൽ 2 ആണ്. അത് മാത്രമാണ് നമുക്ക് കോമൺലി ആവശ്യമുള്ളത്. പിന്നുള്ളത് സർട്ടിഫിക്കേഷൻസ് ആണ്. ആ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഈ പറയുന്ന 50,000-60,000 കോഴ്സുകളിലൊന്നും വലിയ സർട്ടിഫിക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും എക്സാം എഴുതാനുള്ള കോസ്റ്റ് തന്നെ 1.5 ലക്ഷത്തോളം വരും. അപ്പോൾ ആ സർട്ടിഫിക്കേഷൻസ് കോമൺലി വരാറില്ല, റയർ കേസുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആകെ കൂടിയിട്ട് QC ലെവലിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ NCT ലെവൽ 2 ആണ്. LPT, MPT, പിന്നെ അത് കഴിഞ്ഞാൽ RT, UT തുടങ്ങിയിട്ടുള്ള ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് സൈൻ ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കേഷൻ കിട്ടും. അതൊരു ബേസിക് ലെവലാണ്. അതുകൊണ്ടല്ല അതിനല്ല മീനിങ്. അപ്പം നമുക്ക് അതാണ് ഒരു വാലിഡിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് പറയാൻ. അല്ലാതെ പൈപ്പിംഗ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ആവശ്യമില്ലാത്ത സർട്ടിഫിക്കറ്റ് തരും. അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ തരുന്ന സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ഉപകാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. എൻ്റെ പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് അതൊന്നും വാലിഡായിട്ട് തോന്നിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ വേറെ ഫീൽഡുകൾ അവൈലബിൾ ആണ്. ഇതുമാതിരി തന്നെ സേഫ്റ്റി ആയിക്കോട്ടെ, അതുമാതിരിക്കൊക്കെ നിങ്ങൾക്ക് നെബോഷ് തുടങ്ങിയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് വേറെ ഉണ്ട്. അതൊക്കെ സേഫ്റ്റി ഫീൽഡിലേക്ക് പോകുന്നു. അല്ലാതെ നമ്മളെല്ലാവരും പോകുന്നൊരു കാര്യമാണ് 6 മാസത്തെ QC കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എഞ്ചിനീയറിംഗ് സെക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിച്ച ആൾക്കാർ മാത്രം ഈ QC ഫീൽഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡിപ്ലോമ ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ അവർ മാത്രം QC ഫീൽഡ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, കോഴ്സ് പഠിച്ചിട്ട് അതുകൊണ്ടാണ് ബെനിഫിറ്റ് ഉള്ളൂ. കോമൺലി പറയുകയാണെങ്കിൽ 10 കഴിഞ്ഞു +2 കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് QC കോഴ്സിന് പോയിട്ടോ നിങ്ങൾക്ക് അതുകൊണ്ടൊരു ജോബോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ റെയറാണ്. അപ്പോൾ നിങ്ങളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇപ്പം എൻ്റെ മാത്രം പറയുന്ന ഒപ്പീനിയൻ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇതിനെ അറിയുന്ന നിങ്ങളുടെ നാട്ടിലും ഇതിനെക്കുറിച്ചുള്ള കോഴ്സുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അല്ല കോഴ്സുകളല്ല, നിങ്ങളിത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരും കൂടെ ഒന്ന് ചോദിച്ചു നോക്കുക. അതിന് നിങ്ങൾക്ക് കൺഫേം ചെയ്തിട്ട് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ അറിവിൽ അതുകൊണ്ട് യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല. ഒരു ഡിഗ്രി പഠിച്ച ആൾ QC കോഴ്സ് ചെയ്തുകൊണ്ടുള്ള കാര്യം എന്തുട്ടാണ് നിങ്ങളിതൊന്ന് ആലോചിച്ച് നോക്കുക. പൊതുവെ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായാലും പോകണില്ല. നിങ്ങളുടെ ഡിഗ്രിക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ഡിഗ്രി പഠിച്ച ആൾക്കാർക്ക് എന്താണോ
ജോബ് അല്ലെങ്കിൽ എന്താണ് ഡിപ്പാർട്ട്മെന്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് ആ കോഴ്സുകൾ പഠിക്കുക. അല്ലാതെ ഈ ക്യു സി പഠിച്ചുകൊണ്ട് എല്ലാവരും ക്യു സി എഞ്ചിനീയർ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക, എന്നിട്ട് മാത്രം ഇതിന് പോവുക. പിന്നെ നിങ്ങളൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ തളരാനായിട്ട് മാക്സിമം പാടില്ല. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, എപ്പോഴെങ്കിലും നമുക്ക് ജോബ് എന്തായാലും കിട്ടും. പിന്നെ ഈ ഫീൽഡിൽ പോകണമെങ്കിൽ കേരളത്തിൽ നിന്ന് നിങ്ങൾ ജോബ് അന്വേഷിച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ജോബ് കിട്ടാനായിട്ട്. നിങ്ങളപ്പോൾ എപ്പോഴും പുറത്തേക്ക് പോയതിന് ശേഷം, കേരളത്തിന് പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗുജറാത്ത് അതുപോലെ തന്നെ ബോംബെ സൈഡുകളിലൊക്കെ ജോബിന് ഇത്രയും കൂടിയും എന്താ പറയുക കമ്പനീസ് കൂടുതലായതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ലഭിക്കാനുള്ള ഓപ്ഷൻസ് അധികമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വട്ടം എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബ്രോഡ് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എക്സ്പീരിയൻസ് ഇല്ലാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അത്ര റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും 1 വർഷം എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾക്ക് വേണം. അപ്പോൾ എന്തെങ്കിലും കമ്പനികളിൽ ഒരു ഫാബ്രിക്കേഷൻ യാർഡിലോ അങ്ങനത്തെ സെക്ഷനിൽ കയറി പറ്റുക, എന്നിട്ട് അവിടെ നിന്നിട്ട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഓരോരുത്തർ പഠിച്ചിട്ടുള്ള കുറേ ഫീസ് കൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത്ര ഫീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ 100% അവിടെ ജോബ് വാങ്ങിച്ചിരുന്നു ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അല്ലാതെ 6 മാസം കഴിഞ്ഞു 1 കൊല്ലം കഴിഞ്ഞു എന്നിട്ട് ജോബായില്ല അവരിന്നാക്കും നാളാക്കും എന്നിട്ടൊന്നുള്ള ഒരു കാര്യം നോക്കണ്ട. നമ്മൾ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് നമ്മുടെ കുറേ ഫ്രണ്ട്സുകളും എല്ലാവരും ഗ്രൂപ്പായിട്ട് അവൻ പോകണപ്പോൾ ഞാനും പോകാമെന്നുള്ളൊരു സ്കീമുണ്ട്. അപ്പോൾ അതൊരിക്കലും പോവാതിരിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്കുണ്ടായ മിസ്റ്റേക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ചിലവർക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ ഒപ്പം കുറേ ഫ്രണ്ട്സുകൾക്ക് ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് എന്ന് പറഞ്ഞ് പോകും. നിങ്ങൾക്ക് കരിയർ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണമെങ്കിൽ ഈ കോഴ്സിന് പോവാം. അല്ലാത്ത രീതിയിൽ പാസ്സായ ആൾക്കാരുകൾ പൊതുവെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുറത്ത് പോയതിന് ശേഷം, കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ബോംബെയിലൊക്കെ പോയതിന് ശേഷം ജോബ് അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഇനി വല്ല ഡൗട്ടുകളും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.